കുൽക്കി സർവത്തിനും ബിരിയാണിക്കും പേര് കേട്ട ഞമ്മളെ കോഴിക്കോട് ഇപ്പൊ അതാ ഫുൾ ജാർ സോഡയും വന്നിക്കണ്. ഇതൊക്കെ വന്നും പോയും കൊണ്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ കോഴിക്കോട് നിന്ന് ഒരിക്കലും പോവാത്ത ഒന്നുണ്ട്. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത കുറച്ച് കട്ടക്ക് നിൽക്കണ എല്ലാ വണ്ടി ഓടിക്കണ ഡ്രൈവർമാരായ ചങ്കുകൾ ചേർന്ന് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ്. അതിന്റെ പേരാണ് കോഴിക്കോട് ഡ്രൈവേഴ്സ് ചങ്ക് ബ്രദേഴ്സ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നതിലല്ല കാര്യം, ഏതൊരു ആപത്ത് നേരത്തെ വിളിച്ചാലും ഓടി വരാനും സന്തോഷം ഉണ്ടാവുമ്പോൾ ഒപ്പം നിന്ന് കൂടെ ചിരിക്കാനൊക്കെ ഉള്ള ഒരു 2-3 ഫ്രണ്ട്സ്. ഇത് കോഴിക്കോട്ടെ ഒരു സംഭവമാണ്. ഇത് എന്താന്നല്ലേ, ഒരു കൂട്ടായ്മ, അതും ഡ്രൈവർമാരെ കൂട്ടായ്മ. വാട്സപ്പിൽ 1000ഓളം ആൾക്കാരുള്ള കൂട്ടായ്മ. അതിൽ 200ഓളം ട്രോമാ കെയർ അംഗങ്ങളുണ്ട്. ഇബലെ ഇനി കഴിഞ്ഞ പ്രാവശ്യം പ്രളയവും നിപ വൈറസ് ഒക്കെ വന്നപ്പോ ഈ നാടിന്റെ ഒപ്പം നിന്നിയത്. ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും മുന്നിട്ട് നിൽക്കണേ നല്ലൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ എന്താവശ്യം പറഞ്ഞ് ഒരു പോസ്റ്റാണ്ട് ഇട്ടാൽ മതി, പറന്ന് വരും. നിങ്ങൾ എവിടെ ഉള്ളതെന്ന് വെച്ചാല് അവിടെ ഉള്ള നമ്മളെ ഗ്രൂപ്പിലുള്ള മെമ്പർ നിങ്ങളടുത്തടുത്തു. വണ്ടി പഞ്ചറാകുക, വണ്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഇതിനൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഒരൊറ്റ പോസ്റ്റ് ഇട്ടാൽ മതി. റോഡിലുള്ള എന്താവശ്യങ്ങൾക്കും ഒന്നാണ് പറഞ്ഞാൽ മതി. കോഴിക്കോടിന്റെ മുക്കിലും മൂലയിലും ആള് റെഡി. നിങ്ങൾ കൊയങ്ങൂല, ഇത് ബല് തരുന്ന ഉറപ്പാണ്. സ്നേഹം നിറയണം, ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. മതത്തിന്റെയും വർഗീയതന്റെയും പേരിൽ സോഷ്യൽ മീഡിയ ആയുധാക്കണ ഈ കാലത്ത് ഇവര് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവാണ്. വെറും സഹായമല്ല, ചങ്ക് വേണേൽ ചങ്ക് അങ്ങോട്ട് പറിച്ചു തരും. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഡ്രൈവർമാരെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഈ ആലം ദുനിയാവില്. ഇവരെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കൂമ്പാറുള്ള നിസാമാണ്. പ്രസിഡന്റ് താമരശ്ശേരിയുള്ള കുട്ടനാ, വെറും കുട്ടനല്ല, രമനീഷ് കുട്ടൻ. സെക്രട്ടറി നമ്മളെ മൻസൂർ ജലവൂരാണ്. ട്രഷററോ പ്രമോദ് കുറ്റ്യാടിയും. പേരുള്ളൂ, ഫണ്ടൊന്നും ആയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഈ ചെങ്ങായിമാരിൽ പലരും നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഇവരെ ചങ്കുകൾ അങ്ങ് ഗൾഫിൽ വരേണ്ട്. അവിടെയും എന്താവശ്യത്തിനും ഇവര് റെഡിയാണ്. കാര്യം പറയാൻ മറന്ന്, ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഒരു കൊല്ലാവുമ്പോൾ ഈ വരുന്ന ജൂൺ 23 നമ്മളെ പ്രിയപ്പെട്ട പപ്പു പറഞ്ഞ താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിലുള്ള ഉള്ളിയേരി കമ്മ്യൂണിറ്റി ഹാളിൽ കാണാത്തോൽക്ക് കാണാനും മുണ്ടണോൽക്ക് മുണ്ടാനും എല്ലാ പരിപാടിയും ഒഴിവാക്കി ഇവര് ഒന്നിക്കാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 1ാം വാർഷികം അങ്ങോട്ട് പൊളിച്ചടക്കാൻ ഇവര് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ വലിയ വലിയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ ഫോട്ടോ കൊട്ടിച്ച് നിങ്ങൾ തന്നെ കണ്ടാ ഞാൻ തന്നെയാണോ തോന്നുന്ന തരായി നല്ല മൊഞ്ചുള്ള ID കാർഡ്. SLCയിലും +2ലും ഒക്കെ രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ച മെമ്പർമാരെ കുട്ടികളെ അനുമോദിക്കൽ, നാടിനും നാട്ടുകാർക്കും പല മേഖലകളിൽ പല സഹായങ്ങളും ഉപകാരങ്ങളും ചെയ്ത് മാതൃകയായ ഡ്രൈവർമാരെ ആദരിക്കൽ, ഇതിനൊക്കെ ആയിട്ട് പാവങ്ങളുടെ മാലാക പ്രമുഖ സോഷ്യൽ പ്രവർത്തക നർഗീസ് ബീഗം പങ്കെടുക്കുന്നുണ്ട് നമ്മളെ പരിപാടിയിൽ. അത് കഴിഞ്ഞ് പാടാൻ കഴിയുന്നവർക്ക് പാടാനും ആടാൻ കഴിയുന്നവർക്ക് ആടാനും വേറെയും പല പല കഴിവുകളിലേക്ക് അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരം. ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ ഡാൻസും പാട്ടും, പിന്നെ ഗ്രൂപ്പിലെ നമ്മളെ മൂത്താപ്പ കരീം ഖാന്റെ ഡിസ്കോ ബ്രേക്കും. അങ്ങനെ സംഗതി അങ്ങോട്ട് ഉസാറാവും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഡേറ്റ് മറക്കണ്ട, ജൂൺ 23 താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിലെ ഉള്ളിയേരി കമ്മ്യൂണിറ്റി ഹാൾക്ക് ഇവിടേക്ക് ഇങ്ങോട്ട് എത്തിക്കൊണ്ടി. പിന്നെ നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ, നിങ്ങളൊരു കോഴിക്കോട്ടുകാരനാണെങ്കിൽ നിങ്ങൾക്കും ഈ ഗ്രൂപ്പിൽ അംഗമാവാം. അതിന് നിങ്ങൾ വിളിക്കേണ്ടത് ഇവരെയാണ്. പ്രജീഷ് മുക്കം, ഓന്റെ ഫോൺ നമ്പർ ഇതാ 9645013256. റിഷാദ് ഒള്ളൂര് 8592032307. ഇവർക്ക് വിളിച്ചാട് പറഞ്ഞാൽ മതി, ഇവർ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളൂ. അപ്പൊ കോഴിക്കോട് ഡ്രൈവേഴ്സ് ചങ്ക് ബ്രദേഴ്സിന്റെ 1ാം വാർഷികത്തിന്റെ ഒത്തുകൂടൽക്ക് നിങ്ങളെ എല്ലാരെയും സ്വാഗതം ചെയ്യാണ്. ഇനി കാണാതെക്കാൻ പറ്റൂല. ഇനി നമുക്ക് നേരിട്ട് കണ്ടിട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും കൂടി ഉഷാറാക്കിയാണ് ചെയ്യാം. അതിനെല്ലാരും വരി. വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല്ല. റോഡൊരു റോഡാണേ ചേട്ടോ, ഒറ്റടി പാലോ, ആ പാലം കടന്നാലോ കാണാം എന്നോട് വീടായേ.